അള്ളാഹുവിന്റെ വർത്താനം കേട്ടപ്പോൾ മൂസനോട് പറഞ്ഞോനെ, ഞാൻ എന്റെ ഭാര്യ മരുഭൂമി കുടുങ്ങിയിട്ടുള്ള അവരുടെ പ്രസവേദനയുടെ പറയാൻ ഇരുട്ടത്തിങ്ങൾ നടക്കുകയും ലൈറ്റ് കണ്ടിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പൊ അള്ളാഹു പറഞ്ഞു, എന്തിനാ മൂസ, നിന്റെ കയ്യിലല്ലേ ലൈറ്റ് ഉള്ളത്, നിന്റെ കയ്യിലല്ലേ പ്രകാശമുള്ളത്. മൂസ നബി ഈ കയ്യിനെ കാട്ടിക്കൊടുത്ത് ഇല്ലമ്മ എന്റെ കയ്യിൽ പ്രകാശമില്ല. അപ്പൊ പറഞ്ഞു, മൂസ ഞാൻ രണ്ട് കൈയും തോളിലേക്ക് വെക്കി ഞാൻ വെച്ചു. എടുത്തപ്പോ രണ്ട് കൈ ലയിച്ചിട്ടുണ്ട്. പർവ്വതത്തിന്റെ മേലെ സൂര്യൻ ഉദിച്ച പോലെ പ്രകാശമാണ് സീനായി മലയുടെ ഭാഗത്ത്. അപ്പൊ ഈ ലൈറ്റിന്റെ കത്താണ് പ്രകാശം ഒരു മനുഷ്യത്തൊട്ടാണ്. അപ്പൊ പറഞ്ഞു, പടച്ചോനെ ഇതെങ്ങനെ ഓഫാക്കാന്ന് വെച്ച്, എപ്പോഴും കത്തി കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പറഞ്ഞു, ഒന്നുകൂടി വെച്ചിട്ടെടുത്താൽ മതിയോ. മൂസനക്ക് വെച്ചിട്ടെടുത്താൽ കത്തും, പിന്നെ വെച്ചാൽ ഓഫാവും. നമ്മളിങ്ങനെ വെച്ചോണ്ട് നിൽക്കേണ്ട, സോപ്പ് ചെലവാകും. അപ്പൊ ഇതൊരു മൂലത്താണ്. എന്നിട്ട് പറഞ്ഞു, നിന്നെ എന്റെ പ്രവാചകന്റെ പട്ടികയിൽ ചേർക്കാണോ, പ്രവാചകന്മാരുടെ പട്ടികയിൽ ചേർക്കാണ്. കൊണ്ട് നേരെ ഫിറോനോട്ടാണ് വേണം, എന്നിട്ട് അവനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം. അപ്പൊ മാത്രമല്ല, ഞാൻ ചേർപ്പെട്ടതാണ്, എന്നെ കണ്ടാൽ അഹമ്മ കൊല്ലും ചെയ്യും. അതുകൊണ്ട് എനിക്ക് സഹായത്തിന് മനോഹരമായി പ്രസംഗിക്കാൻ കഴിയുന്ന, വാക്ക് പറയാൻ കഴിയുന്ന എന്റെ സഹോദരൻ ഹാറൂൻ നബിയെ എനിക്ക് സഹായത്തിന് കാരണം പറഞ്ഞപ്പോ പറഞ്ഞു, ഹാറൂൻ നിന്നെ പോലെ ശക്തമാണെന്നല്ല, എങ്കിലും നിന്റെ സഹായത്തിന് വേണ്ടി ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഞാന് ഇതൊന്നും കണ്ട മുസല്ല എല്ലാവരും വാങ്ങണേ. കുറച്ച് ആൾക്കാർ മുസല്ല വാങ്ങിയിട്ടുണ്ട്, കുറച്ച് ആൾക്കാർ വാങ്ങിയിട്ടില്ല. മുസല്ല എല്ലാവരും വാങ്ങണം. എല്ലാവരും മുസല്ല 1000 രൂപ കാണും. നമ്മള് 1000 ഉറുപ്പ്യ കണക്കൂട്ടി നിൽക്കല്ല. 1000 രൂപ എന്നൊന്നും വലിയ പൈസ ഒന്നല്ല, ഒറ്റ തലവേദന വന്നാൽ മതി. 1000 രൂപ ഒന്ന് സ്കാൻ ചെയ്യാൻ വേണം. 1000 രൂപ ഒന്ന് സ്കാൻ ചെയ്യാൻ. ഇതുപോലെ വെള്ളം എടുക്കുന്ന സാഹചര്യ ഞാൻ മദ്രസയിൽ നിൽക്കുന്ന കാലത്ത് മദ്രസയുടെ പ്രസിഡന്റ് നെഞ്ചിവേന്ദ്രൻ, അന്ന് ബൈപ്പാസ് സർജറി മദ്രാസിൽ വെച്ച് മാത്രം, ചെന്നൈയിൽ വെച്ച് നടത്തുന്ന ഡോക്ടർ ചെറിയാന്റെ ഹോസ്പിറ്റലിൽ നടത്താറുണ്ട്. കുറെ കൊല്ലം മുമ്പാണ്, 92-93 കാലത്ത്. അപ്പോ മൂപ്പരുടെ മകളുടെ ഭർത്താവിന്റെ ഉപ്പൊരു തങ്ങളാണ്, മുത്തുമായ തങ്ങൾ. അദ്ദേഹം വെച്ചു, അദ്ദേഹത്തിന് വാഹനം കൊടുക്കട്ടെ. ആ തങ്ങളാണ് എന്റെ മദ്രസയുടെ സദറിന്റെ സർവ്വസാധുക്കാണ്. അപ്പോ തന്റെ മകന്റെ അമ്മശലാക്കാരോട് മൂപ്പര് പറഞ്ഞു, മദ്രാസിലെ 3 ലക്ഷം രൂപയാണ് അന്ന് പറഞ്ഞത്. 92 കാലത്ത് 3 ലക്ഷം രൂപ ചെലവാണ് ഈ ചെറിയ ഡോക്ടർ ചെറിയാൻ. അപ്പൊ പറഞ്ഞു, നിങ്ങൾ കുറച്ച് പൈസ മദ്രസയുടെ സംഭാവന കൊടുത്തു, നിങ്ങൾ വരക്കാൻ വേണ്ടി പറഞ്ഞു. മൂപ്പര് 1 ലക്ഷം രൂപ മലയാളികളുണ്ട്, അമ്മാജിക്കാറുണ്ട്. മൂപ്പര് 1 ലക്ഷം രൂപ സംഭാവന, 1 ലക്ഷം കൊടുത്ത് വേർന്നു. ഓപ്പറേഷന് വേണ്ടി പൈസ ഒക്കെ ഉണ്ടാക്കി ചെന്നൈയിൽ പോയി. അന്ന് മദ്രാസാണ്, ചെന്നൈയല്ല. ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് നടത്തി പ്രവർത്തനം അത്ഭുതമാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കാര്യം ഒളികമ്പിൽ ശരിയാകും, ഓപ്പറേഷൻ വേണമെന്ന് തിരിച്ചയച്ചു. ആ ബാക്കി വെച്ച 3 ലക്ഷം രൂപയും അയാൾ മദ്രസക്കും പള്ളിക്ക് കൊടുത്തു. കാരണം അള്ളാഹുവിന്റെ വചനം പറയുന്ന, പടച്ചവന്റെ ഹബീബിന്റെ പേര് പറയുന്ന ഒരു മഹാസദസ്സിൽ വെച്ചുകൊണ്ടാണ് ആ മനുഷ്യനെ വെടിവാച്ചത്. ഞാനല്ല, അല്ലാതെ ഉസ്താദ്. അതാണ് അദ്ദേഹത്തിന് നിർബന്ധമാക്കപ്പെട്ട രോഗത്തെ പോലും അള്ളാഹു എടുത്തു കളഞ്ഞത്. അതുകൊണ്ട് ശിഫ, രോഗശമനം അള്ളാഹുവിന്റെ അള്ളാഹു മാറ്റണമെങ്കിൽ 2 കാര്യങ്ങളെ കൊണ്ടേ കഴിയുന്നതിനെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ദുആയാണ്, മറ്റൊന്ന് സദഖയാണ്. നിങ്ങൾ ഈ മുസല്ല വാങ്ങുന്നത് മുസല്ലയുടെ വിലയായിട്ടല്ല, ഒരു സദഖ അള്ളാഹുവിന്റെ ഹബീബിന്റെ മാർഗത്തിൽ കൊടുക്കുന്നു എന്നൊരു സദഖയാക്കിയിട്ട് മനസ്സിൽ നിയത്ത് ചെയ്തിട്ട് നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിൽ രോഗമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, പടച്ചോനെ ഞാൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ പേര് പറഞ്ഞ സദസ്സിന് ഒരു മുസല്ല വാങ്ങാനായിട്ട് നിലനിർത്തിക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് എന്റെ കുടുംബത്തിന് രോഗം കൊടുക്കലാവട്ടെ. ഗൾഫിലുള്ള സഹോദരന്മാർക്ക് ജോലി മാർഗത്തോട് അവിടെ പ്രയാസങ്ങൾ ഉണ്ടാവണം, യുദ്ധം നടക്കാൻ ബോംബ് വരാൻ. അതുകൊണ്ട് ആ പ്രയാസങ്ങൾ എന്റെ സഹോദരനെ രക്ഷപ്പെടുത്തണേ, എന്റെ ഭർത്താവിനെ രക്ഷപ്പെടുത്തണേ, എന്റെ വാപ്പാനെ രക്ഷപ്പെടുത്തണേ, എന്റെ മകനെ രക്ഷപ്പെടുത്തണേ എന്നൊക്കെ മനസ്സിൽ നിയത്ത് ചെയ്തുകൊണ്ട് ആ ഒരു മുസല്ല 1000 രൂപ ഈ സതീത്വത്തിന് റസൂലുള്ളാഹിയുടെ ജന്മദിനമായ നടക്കുന്ന ആഘോഷത്തിന് വേണ്ടി അങ്ങനെ മനസ്സിൽ നിയത്തി വെച്ചിട്ട് 1000 രൂപ സദഖ ചെയ്യാൻ മനസ്സറിഞ്ഞ് നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് ആ മുസല്ല വാങ്ങുക. മുസല്ല തരുന്നു, എന്തെങ്കിലും ഇങ്ങോട്ട് തരുമ്പോ അങ്ങോട്ട് തരുന്നതിനുള്ള അർത്ഥത്തിലുള്ള മുസല്ല, അതിന്റെ വിലയായിട്ട് തരുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സഹോദരന്മാരെ നിങ്ങളെ മുസല്ല വാങ്ങുക. 1000 രൂപ നിങ്ങൾ ഈ സതീത്വത്തിന് സദഖ ചെയ്യാൻ തീരുമാനിക്കുക, നിയത്തി. ഞാൻ പറഞ്ഞ ഇന്നോ നാളെ കൊടുക്കണമെന്നല്ല പറഞ്ഞത്. നിങ്ങൾക്ക് 10 വട്ടമായിട്ടേ കൊടുക്കാൻ കഴിയുമെങ്കിൽ 10 വട്ടം കൊടുപ്പിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഒരു ദിവസത്തെ കൊടുക്കാമെന്ന് അത് കൊടുക്കുക, അതിന് ബാക്കി പറ്റി പിന്നെ ഒരു ദിവസം കൊടുക്കുക. അപ്പൊ നിങ്ങൾ സംഘാടകർക്ക് കൊടുത്തിട്ട് അങ്ങനെ നിങ്ങൾ കിട്ടാൻ മതി. ഒന്നിച്ചു കൊടുക്കാൻ കഴിവില്ലാത്തവർ അങ്ങനെ ചെയ്യുക. അള്ളാഹു നമ്മളെ എല്ലാ പലാൽ മുസീബത്തും രക്ഷപ്പെടുത്തരുമാറാകട്ടെ, എല്ലാ പ്രയാസങ്ങളും അള്ളാഹു രക്ഷപ്പെടുത്തരുമാറാകട്ടെ. അള്ളാഹു സദഖ ചെയ്യുന്നവർക്ക് ദീർഘായുസ്സ് നൽകട്ടെ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നടന്നു പോകുന്ന ഒരു മനുഷ്യനെ ചൂണ്ടിയിട്ട് പറഞ്ഞ കഥ ഉണ്ട്. അനുയായികളോട്
പറഞ്ഞു ആ മനുഷ്യന് 20 ദിവസം ജീവിക്കുന്നു, 20 ദിവസം മാത്രമേ അവന് ജീവിതമുള്ളൂ. അങ്ങനെ പറഞ്ഞു. അപ്പൊ മരിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ മരിക്കുന്ന ഒരു ആട്ടനെയാണ്. 20 കൊല്ലം കഴിഞ്ഞിട്ട് ഈസാനബി അത് വഴി വരുമ്പോ അയാൾ ആ തോട്ടത്തിൽ ആടി വെക്കാം. ഓടുണ്ടാവുക ചല്ലനബിയെ 20 ദിവസം ആയുസ് പറഞ്ഞ മനുഷ്യന് 20 കൊല്ലം കഴിഞ്ഞാൽ നിൽക്കുന്നത്. അപ്പോൾ ഈസാനബി പറഞ്ഞു, റബ്ബേ നിന്റെ വഹീ പ്രകാരമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഈ മനുഷ്യൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എന്തായതിന്റെ ഹിക്മത്ത് എന്ന് വെച്ചപ്പോ ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, നബിയെ നിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടൊന്നുമില്ല, പറഞ്ഞത് ശരിയാണ്. പക്ഷെ അതിനായിട്ട് വേറെ സംഭവം നടന്നു. നിങ്ങൾ അനുയായികൾ പോയി കഴിഞ്ഞപ്പോ ഒരു പാവപ്പെട്ട വിശക്കുന്ന മനുഷ്യൻ ഇവിടെ വന്നു. അയാൾ വന്നിട്ട് ചോദിച്ചു, വിശക്കുന്നതിന് എന്തെങ്കിലും തരുമോ, സദക്ക തരുമോ എന്ന് വെച്ചു. അപ്പോൾ ആകെ 2 റൊട്ടി കഷ്ണമാണ് ഇയാൾ ഉച്ചക്ക് തിന്നാൻ കൊണ്ടുവന്നത്. ആ റൊട്ടി കഷ്ണത്തിൽ നിന്ന് ഒരു റൊട്ടി എടുത്തിട്ട് പറഞ്ഞു, നിനക്ക് തിന്നാം, ഒന്ന് ഞാൻ തിന്നോളാം. അപ്പോൾ ആ റൊട്ടി കഷ്ണം വാങ്ങി ചവച്ച് തിന്ന് വയറ് വിശപ്പടയ്ക്ക് ആ മനുഷ്യൻ ആകത്തോടെ എന്നിട്ട് പറഞ്ഞു, പഠിച്ചോനെ എനിക്ക് ഭക്ഷണം നൽകി ഇയാൾക്ക് നീ ദീർഘായുസ് കൊടുക്കണേ. ഒരു റൊട്ടി കഷ്ണത്തിന് പകരമായി 20 കൊല്ലത്തെ ദീർഘായുസ് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. നബിയെ ഇനി നിങ്ങൾ പറഞ്ഞ 20 ദിവസം കൊണ്ട് അയാൾ മരിക്കുമെന്ന് മഹാനായ കലീമുല്ലാഹ് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹുവിന്റെ ജിബ്രീൽ പറഞ്ഞപ്പോ നബി ചോദിച്ചു, ഇനി അയാൾ സദഖ ചെയ്താലോ? അപ്പോൾ പറഞ്ഞു, ഇനിയും അയാൾ സദഖ ചെയ്ത് ആരെങ്കിലും അങ്ങനെ ദുആ ചെയ്താൽ അല്ലാഹു തീരുമാനിച്ചാൽ അയാൾക്ക് വീണ്ടും അല്ലാഹു ദീർഘായുസ് കൊടുക്കുന്നത് ചെയ്യുമെന്ന് ഈസാ നബിയോട് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. അതുകൊണ്ടാണ് നമ്മൾ അറിയാത്ത രൂപത്തിൽ നമ്മൾ ആയുസ്സിനെ റീചാർജ് ചെയ്ത് നോക്കണം. അറിയാണ്ട് റീചാർജ് ചെയ്യണം. ഒരു മൊബൈൽ ചാർജ് കഴിഞ്ഞാൽ നമ്മൾ എത്ര പെട്ടെന്ന് 333 459 പറഞ്ഞിട്ട് 975 നമ്മൾ റീചാർജ് ചെയ്തു. എന്റെ മൊബൈലിന് റീചാർജ് ഒരു കൊല്ലത്തേക്ക് അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ 3 ദിവസം 56 ദിവസം എന്നൊക്കെ തട്ടിപ്പാ അതൊക്കെ നോക്കും. എന്നാൽ ഒരൊറ്റ ദിവസത്തെ ഗ്യാരണ്ടി പോലും ഇല്ലാത്തവരാണ്, ഒരൊറ്റ മണിക്കൂറിന്റെ ഗ്യാരണ്ടി പോലും ഇല്ലാത്തവരാണ്, 1 മിനിറ്റിന്റെ ഗ്യാരണ്ടി പോലും ഇല്ലാത്തവരാണ്. 1 മാസം 4 മാസം ഒരു കൊല്ലത്തേക്ക് മൊബൈൽ റീചാർജ് ചെയ്തുവെങ്കിൽ അവരവന്റെ ആയുസ്സിന് റീചാർജ് ചെയ്ത് വെച്ചേക്കണം. അത് 1000 രൂപ സംഭാവന കൊടുത്ത് റീചാർജ് ചെയ്യുന്നത് അള്ളാഹു അതെടുക്കുന്നവർക്കൊക്കെ അള്ളാഹു ദീർഘായുസ്സ് നൽകട്ടെ, അള്ളാഹു ആഫിയത്ത് നൽകട്ടെ, അള്ളാഹു ഖൈർ നൽകുമാറാകട്ടെ. അള്ളാഹുവിനെ യസ്അലുൽ അഫ്വ വൽ ആഫിയ. മനുഷ്യർ റസൂലുള്ളാഹിയോട് ചോദിച്ചതാ, ഒരു നല്ല ദുആ പഠിപ്പിക്കാൻ വിളിച്ചു, എനിക്കൊരു നല്ല ദുആ പഠിപ്പിച്ചു തരുമോ? അപ്പൊ പറഞ്ഞു, ആഫിയത്തിന് വേണ്ടി പറഞ്ഞു ചോദിച്ചോ, അതാണ് ഏറ്റവും നല്ല ആരോഗ്യമാണ് ഏറ്റവും നല്ല സമ്പത്ത്, ആരോഗ്യം. ഇതിലേക്ക് നടന്നു വന്നിട്ട് ഇവിടെ തിരിച്ചില്ല, മനോഹരമായിട്ട് നടന്നു വരാൻ കഴിയാത്ത വീട്ടിന്റെ എത്ര മനുഷ്യന്മാരിക്കുന്നുണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എത്ര ആൾക്കാർ പ്രയാസപ്പെട്ട് വരാൻ കഴിയാണ്ട് പുരയിലിരിക്കുന്നുണ്ട്, കിടന്നാൽ തെരഞ്ഞെടുക്കാൻ കഴിയാത്തുണ്ട്. അപ്പൊ അവർക്ക് ആഫിയത്ത് അങ്ങനെ കൊടുത്തിട്ടുള്ളൂ. ആഫിയത്ത് നൽകിയതുകൊണ്ടാണ് നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെയും മഹാപ്രവാചകൻ അല്ലാഹു വളർത്ത ദുനിയാവിൽ വളർത്ത 3-ാം സ്ഥാനത്തേക്ക് നബി ഖലീലുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം, 1-ാം സ്ഥാനത്ത് ശറഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, 2-ാം സ്ഥാനത്തോ ഖലീലുല്ലാഹി ബാഖി നബി അലൈഹി സ്വലാത്തു വസ്സലാം, 3-ാം സ്ഥാനത്ത് ഖലീലുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം, 4-ാം സ്ഥാനത്തോ ഈസാ ഇബ്നു മറിയം അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന പ്രവാചകന്റെ കഥ പറയുന്നതിലേക്ക് 3-ാം സ്ഥാനത്ത് അല്ലാഹു ഭൂമിയിൽപ്പെട്ട മനുഷ്യന്മാരെ കുറിച്ച് 3-ാം സ്ഥാനത്തുള്ള ആൾക്കാർ ആ മഹാപ്രവാചകന്റെ അക്കബരത്തുകൊണ്ട് അല്ലാഹു ഈ സദസ്സിൽ അതെടുക്കപ്പെട്ട ആ സംഭാവന കൊടുത്തിട്ട് അതെടുക്കാൻ തീരുമാനിച്ചപ്പെട്ട അല്ലാഹു ദീർഘായുസ്സ് നൽകട്ടെ, ഐശ്വര്യം നൽകട്ടെ, അനുഗ്രഹം നൽകട്ടെ, അല്ലാഹു എല്ലാ കാര്യത്തിലും ബർക്കത്ത് നൽകട്ടെ. മക്കയിലെ മുസല്ലയിൽ പോയി നിസ്കരിക്കാൻ, മദീനയിലെ മുസല്ലയിൽ പോയി നിസ്കരിക്കാൻ, അവിടെ സ്വർഗ്ഗത്തിന്റെ തോപ്പ് എന്ന് പറയുന്ന വിശുദ്ധ റസൂലിന്റെ മിഹ്റാബിന്റെ പരിശുദ്ധ മഖബറയ്ക്കിടയിലുള്ള ആ മനോഹരമായ റൗദത്തുൽ റിയാദിൽ ജന്ന എന്ന് പറയുന്ന മനോഹരമായ സ്ഥലത്ത് പോയി നിസ്കരിക്കാൻ അതെടുക്കുന്നവർക്ക് അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ആമീൻ റഹ്മത്തില്ലാ റഹ്മാൻ. അതങ്ങനെ വരും, എല്ലാവരും സ്വീകരിക്കുക ഇൻഷാ അല്ലാഹ്. അതിന്റെ മരണവും കൂടി നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് വർത്തമാനം പറഞ്ഞപ്പോൾ ഹാറൂൻ നബിയെ സഹായിക്കാൻ വേണ്ടി തരാൻ പറഞ്ഞു. അപ്പോഴാണ് അവരുടെ അടുത്ത വാക്ക് പറഞ്ഞത്, റബ്ബി ഇസ്റഹ്ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രബോധനത്തിന് അതുകൊണ്ട് റബ്ബി ഇസ്റഹ്ലി സദ്രി ഹൃദയത്തെ വിശാലമാക്കണം, ചിന്തയെ വിശാലമാക്കണം, ഹൃദയത്തെ വയസ്സിർ ലി അംരി എന്റെ കാര്യങ്ങൾ എളുപ്പത്തിലാക്കണം, വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി എന്റെ നാവിൽ കെട്ടുണ്ട് കുടുക്കുണ്ട്, ചെറുപ്പത്തിൽ തീയിട്ടപ്പോ വർത്താനത്തിന് പ്രയാസമുണ്ട്, അതിന്റെ കെട്ടത് അഴിച്ചു തരണം എന്നിട്ട് യഫ്ഖഹു ഖൗലി എന്റെ വാക്കുകൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കി കൊടുക്കണം. പഠിച്ചോനെ എന്ന് ദുആ ചെയ്തു സുനിശ്ചിത പർവ്വതത്തിന്റെ മേലെ ഖലീലുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം എന്നിട്ട് ഇറങ്ങി വന്നു. നേരെ ഉമ്മാന്റെ വായിച്ചു, ആറോട് വഴി കിട്ടി,
നബി കാത്തിരുന്നു. രണ്ടുപേരും കൂടി ഉമ്മാനോട് പോയി. ആ ചെറ്റപ്പരന്റെ ഡോറിൽ നട്ടപ്പാതാക്കി പോയി മുട്ടി. ഉമ്മ വാതിൽ തുറന്നു. 10 കൊല്ലം മുമ്പ് നാട് വിട്ട തന്റെ മകനെ കൺവെട്ടത്ത് കണ്ടപ്പോ മോനേന്ന് വിളിച്ച യാറഹാബിബി ബോധമില്ലാതെ നിലത്തേക്ക് വീണു. ബോധമില്ലാതെ മൂസ നബി ഹാറൂന് വേണ്ടി തുമ്മ മരിച്ചത് രണ്ടാളും ആ തലഭാഗത്തിലാണ്. എന്തിനാണ് പ്രവാചകന്മാർ പറയുന്നത്? ഒന്നും മരിച്ചിട്ടൊന്നുമില്ല. നിങ്ങളെ 2 പേരുടെ കണ്ണിൽ നിന്ന് ഒലിക്കുന്ന വലത്തെ കണ്ണിൽ ഒലിക്കുന്ന കണ്ണുനീരിന്റെ ഓരോ തുള്ളി ഉമ്മാന്റെ ഇടത്തും വലത്തും കവിളെ കുതിച്ചു കൊടുത്താൽ ഉമ്മോണയും ഏത് ബോധമില്ലാത്ത ഉമ്മയും മക്കൾ കരഞ്ഞാൽ ഉണരുമെന്ന്. അതാണ് ഉമ്മ. അതാണ് ഉമ്മ. ഏത് ബോധമില്ലാത്ത ഉമ്മയും മക്കളൊന്ന് കരഞ്ഞാൽ, മക്കളൊന്ന് നിലവിളിച്ചാൽ, മക്കളുടെ പ്രയാസമായാൽ ഉമ്മാക്ക് കാരണമൊന്നും വരും. ഉമ്മക്ക് വേദന വരും. ഉമ്മ ഉണരും. അതുകൊണ്ട് നിങ്ങളുടെ കണ്ണുനീർ വിളിച്ചാൽ മതി. ഉമ്മ ഉണരുമെന്ന് സാക്ഷാൽ പഠിച്ച തമ്പുരാൻ കണ്ണുനീര് കവിളത്തേക്ക് വീണ യാതൊക്കെ ചാടിയെടുത്തിട്ട് മൂസ നബിയെ കെട്ടിപ്പിടിച്ചു പോലെ എന്തിനാ നീ വന്നത്? അപ്പൊ ഉമ്മ 10 കൊല്ലം വിട്ടിട്ട് കാണാൻ വേണ്ടി വന്നതാ. എന്റെ പൊന്നാര പോലെ നീ 10 നാടുകള് എവിടെങ്കിലും പോ. എന്താ പറഞ്ഞു? നീ നാട് വിട്ടപ്പോ ഫിറോൻ എന്നെ പട്ടണത്തിൽ പോയി എന്നിട്ട് എന്നോട് ചോദിച്ചു, മൂസ നീ തമ്മിലുള്ള ബന്ധമെന്താ? ഞാൻ അവരോട് സത്യം പറഞ്ഞ എന്റെ മകനാണ്. അപ്പൊ പറഞ്ഞു, ഒരാളെ കൊന്നിട്ട് അമ്മ സംഭവിച്ചത്. അതുകൊണ്ട് മൂസ എന്നാലും നിന്നത്തെ എപ്പോഴെങ്കിലും വന്നാൽ മൂസയോട് പറയണം, അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയണം. എന്താ പറയട്ടെ? ഫിറോൻ വേണ്ടാൻ പോലും അവിടെ നാട് വിടണം, ഈജിപ്തിൽ നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ മുന്നിൽ ഇപ്പൊ പോകുന്നുണ്ട്. അപ്പൊ പറഞ്ഞ എന്നെ പോകാൻ പറ്റില്ല. ഉമ്മ അമ്മാവരുടെ പ്രവാചകനാക്കിയിട്ടുണ്ട്. അവരെ രീതിയിൽ ഭീഷണിക്കാരനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവരെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. നട്ടപ്പാത്താക്ക വഴി പോക്കി പിടിച്ച് മൂസ നബി പോയി കളിക്കുക. മൂസ ഫിറോൻ കൊട്ടാരത്തിലേക്ക് അലൈഹിസ്സലാത്തു വസ്സലാം പോയി. ഫിറോൻ കൊട്ടാരത്തിൽ പോയി അടച്ച കുട്ടിയെ ഗേറ്റിന്റെ മുന്നിൽ ഈ വടി എടുത്തു തട്ടി വാതിൽ നോക്കിയിട്ടുണ്ട്. അങ്ങനെ കവറെല്ലാം കൊടുത്തു. എല്ലാവരും കവർ വാങ്ങുക. എല്ലാവരും കവർ വാങ്ങിയിട്ട് നാളെ വരുമ്പോ നിങ്ങളാൽ കഴിയുന്ന ഒരു സംഖ്യ അതിനൊരു കവറുണ്ട്. എല്ലാവരും കവർ വാങ്ങാം. നാളെ ഞാൻ കഴിയുന്ന സംഖ്യ നിങ്ങൾ കൊണ്ടുകൊടുക്കാൻ സമയത്തുണ്ട്. അവിടെ വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇതൊന്നും പ്രയാസമില്ലാതെ വരാൻ പറ്റിയില്ലെങ്കിൽ ആ കവർ പൈസ ഇട്ടിട്ട് ആരെങ്കിലും കൈ കൊടുക്കാൻ. അപ്പോ അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. മൂസ നബി ഫിറോനോട് ഈ വടിയെടുത്തൊക്കെ ഓരോ ഫിറോന്റെ മുറിയിലും അടച്ചു കൂട്ടപ്പെട്ട ഫിറോന്റെ മുറിക്ക് വടിയോട് തട്ടി മുറിയുടെ ഭാഗത്ത് അകത്തിലെ പുറച്ചടക്കുന്ന ഫിറോനോട് മൂസ നബി അറിയിപ്പ് 3 ദിവസം രാത്രി ആവർത്തിച്ചു. എന്നാൽ ഈ 3 ദിവസം കൊട്ടാരത്തിലെ ഗേറ്റിലെ കാവൽ നിൽക്കുന്നവർ രഹസ്യമായി ഒരാൾ വരുന്നതും വടി കൊണ്ട് വാതിൽ തുറക്കുന്നതും വടി ഇങ്ങനെ കാണിച്ച വാതിലോട്ട ആ ചെയ്താൽ 3-ാം ദിവസം ഫിറോനോട് പറഞ്ഞു, രാജാവേ 3 ദിവസമായിട്ട് സംഭവം നടത്തി. എന്താ? രാത്രി ഒരു മനുഷ്യണ്ട്. അയാളെ കയ്യിൽ വടിയുണ്ട്. വടി ഇങ്ങനെ വെച്ചാൽ ഡോർ ഓപ്പൺ ആക്കും. നിങ്ങളുടെ ഡോർ വരെ ഓപ്പൺ ആക്കി നിങ്ങളെ നോക്കി തിരിച്ചു അപ്പോൾ ഫിറോന്റെ അക്കപ്പെട്ടന്മാരെ ഈ 3 ദിവസം മനുഷ്യൻ പോകാണ്ടായി നിങ്ങളത് പിടിക്കണ്ടേ? അപ്പോൾ എങ്ങനെയാ പിടിക്കുക? ആ വടി ഇങ്ങനെ ഓപ്പൺ ആകും. ആ വടി ഇങ്ങനെ നമ്മളെ പണ്ടൊക്കെ വെച്ചാൽ പണ്ടൻ സ്റ്റൈൽ പള്ളം ഓപ്പൺ ആയി പോകും. അതുകൊണ്ട് ഞങ്ങൾ പിടിച്ചില്ല. അപ്പോൾ ഫിറോൻ പറഞ്ഞു, അങ്ങനെ കുതിരത്ത് അത്ഭുതം ചെയ്യാൻ കഴിയുന്ന ഒരാളുണ്ടോ? മൂസ നാട്ടിൽ വന്നിട്ടുണ്ടോ എന്ന് അറിയാലോ. ഹാറൂനെ വിളിച്ചോണ്ടാകും. ഹാറൂൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചോണ്ടപ്പോ ഹാറൂനെ വിളിച്ചു, എന്റെ സഹോദരൻ മൂസ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, പിന്നെ 3 ദിവസമായി വന്നിട്ടുണ്ടോ? എന്റെ സഹോദരൻ ഐശ്വര്യമേ, എന്റെ സഹോദരൻ ഐശ്വര്യമേ, മഹാരാജരേ, എന്റെ സോദരൻ വന്നാൽ ഐശ്വര്യമേ.
ഐശ്വര്യമേ